ഫൈനലി വി ആർ ഹിയർ. എല്ലാവരും ഇങ്ങനെ താജിയും തൊട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മള് മൊണാസ്ട്രിയിലൊക്കെ പോകില്ല അതുപോലെ. ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട് കണ്ടോ, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. കുറേ എന്തെല്ലോ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ, നിങ്ങൾ കാണുന്നുണ്ടോ? ഫുള്ളി ഇരുടാണ് ഇവിടെ. അതുപോലെ തന്നെ താഴോട്ടേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇവിടെ ആരെല്ലാം പൈസ ഒക്കെ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അവിടെയാണുള്ളത്. ഇതാണ് താജ്മഹലിന്റെ സൈഡിലെ വ്യൂ. എന്ത് രസമല്ലേ. വേറൊരു ഫീലാണ്. ഐ എം സോ ഹാപ്പി. എന്ത് പറയണമെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തായാലും വന്ന് കണ്ടിരിക്കണം. കാരണം ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇത് കാണാതെ പോയാൽ വളരെ വലിയ നഷ്ടമാണത്. താജ്മഹൽ കാണാൻ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഒരു 2000-2500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ 2 ചെറിയ ഡോറുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വിൻഡോയും. ഇത് കണ്ടോ, ഈ ഭയമാറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത്. എന്തായാലും നമുക്ക് ആഗ്ര ഫോർട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഏകദേശം 12:30 പ്ലീസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം മങ്കി. ഞാനിതുവരെ മങ്കിനൊന്നും കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ വരുന്നവർ അതും ഒന്ന് ശ്രദ്ധിക്കാം. ലെറ്റ്സ് ഗോ. വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് വേറൊരു ഫീലായിരിക്കും. ഞാൻ അപ്പുറത്ത് കൂടെയാണ് വന്നത്. അപ്പുറത്ത് കൂടെ വന്നേരം ചെറുതായിട്ട് കണ്ടിട്ടുണ്ടല്ലോ താജ്മഹൽ. തിരെ കാണാണ്ട് വരണമെങ്കിൽ ഈ സൗത്ത് ഗേറ്റ് കൂടെ വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. യെസ്, ഇതാണ് മെയിൻ ഗേറ്റ്. ഇതാണ് താജ് മാർക്കറ്റ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ സുവനീർസ് ഒക്കെ വാങ്ങാൻ പറ്റും. ചെറിയ പൈസക്ക് ഉണ്ട് കേട്ടോ, 10 രൂപയ്ക്ക് ഉണ്ട്. വലിച്ച് പിടിച്ച് കാറ്റാണ്. വേറൊരു രസമാണ് കേട്ടോ അത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഇതാണ് താജ് ഗാർഡ് മാർക്കറ്റ്. ഏറ്റവും നല്ല ഡീലിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി. എന്നിട്ട് വലിച്ച് കാറ്റാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല നല്ല സുവനീർസും ഉണ്ട് ഇവിടെ കാണാൻ. നല്ല രസമുണ്ടല്ലേ. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അവിടെ സ്കൂൾ കുട്ടികൾ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അയ്യോ, ഹോട്ടലിലേക്ക് എനിക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് 20 രൂപയാണ്. ആഗ്ര മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി നമ്മള്. ലാൽ കില്ലിലേക്ക് പോവാണ്. ചാറ്റിൽ വേണ്ടിയിരുന്നു, അതിപ്പോ പോയിട്ടോ. ഞാൻ വിചാരിച്ച മഴ പെയ്യുന്നു. ഇന്ന് തന്നെ ജയ്പൂരിലേക്ക് പോകും. ഇന്ന് രാത്രി എനിക്ക് ജയ്പൂരിലേക്ക് ട്രെയിനാണ്. 1 ദിവസം കൂടി എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ലാൽ കില്ലിയും താജ്മഹൽ മിസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ടിന് ഞാൻ ഇന്ത്യ നേപ്പാൾ സോളോ എക്സ്പെഡിഷൻ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓട്ടോ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. വളരെ ചീപ്പാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് റെഡ് ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ആഗ്രഹം വിസിറ്റ് ചെയ്യാം. ഇവിടെയും മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷൻ. റെഡ് ഫോർട്ടിന്റെ എൻട്രി ഗേറ്റ് ആണിത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കട്ടെ. 50 രൂപയാണ് ടിക്കറ്റിന്. ടിക്കറ്റ് എടുത്തു. നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊരു ചെക്കിങ് ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടും കാരണം ഇവിടെ നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് എന്തായാലും കയറാം. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. ലാൽ കില്ല, ആഗ്ര ഫോർട്ട്. കൊള്ളാമല്ലേ? ഇത് കാണാൻ എന്ത് രസമാണ്. വേറെ രസമല്ലേ? ഈ ചുമരാണ്. ഇവിടെയൊക്കെ ഗൈഡ് ഉണ്ട്. നമുക്ക് വേണം ഗൈഡിനെ എടുക്കാം. This is the Jahangiri Mahal. Akbar son living inside. Akbar like old riches, Hindu, Muslims. ആഗ്ര ഫോർട്ടിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ്. ഈ ഡോറൊക്കെ കണ്ടോ? ഇതിൻ്റെ പൊന്നെ. ഉള്ളി ഇരുടാണല്ലോ. നല്ലപോലെ എക്കോ ഉണ്ട്. കൊള്ളാം. എക്കോ നല്ല പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് കൊട്ടാരം. വൈകുന്നേര സമയങ്ങളിലൊക്കെ രാജാവ് ഇതാ അവിടെയാണ് ഇരിക്കുക. ഈ 3 സ്ഥലങ്ങളുണ്ടോ? ഈ 3 സ്ഥലങ്ങളിലാണ് ഇരിക്കുക. ഇതിൻ്റെ കൊത്തുപണിയൊക്കെ നോക്കി എന്ത് രസമാണല്ലേ. കൊള്ളാം. ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്മെല്ലാണ്. ഒരു വല്ലാത്തൊരു പഴമയുടെ സ്മെല്ല്. ഓ, ശരിക്കും നമ്മൾ തേനീച്ചക്കൂടിൻ്റെ ഒരു സ്മെല്ലില്ല, ആ ഈ ഒരു സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ അവരുടെ പേരൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത്. ഇവിടെ മൊത്തം ചിത്രപ്പണി നമ്മുടെ നാട്ടുകാർ തന്നെ നടത്തി വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ?
ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതുണ്ടോ? നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇങ്ങനെ ബാറ്റ്സ് ആണ് കണ്ടോ, ഇഷ്ടം പോലെ. എന്റെ പൊന്നെ, ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. നമ്മളിപ്പോ കാണുന്നതാണ് ശീഷ് മഹൽ, ഷാജഹാൻ പണിതതാണ്. ഇതിന്റെ ഉള്ളില് ഇതാ നോക്കിയാൽ കാണാം, ഷാജഹാന്റെ സമ്മർ പ്ലേസ് ആയിരുന്നു ഇത്. അത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നല്ല പോലെ ഗ്ലാസ് വർക്ക് ഉണ്ട്, ഹൈ ക്വാളിറ്റി മിറർ എന്നാണ് പറയുന്നത്. പക്ഷെ ഷാജഹാൻ ഇവിടെ മാത്രമല്ല, ലാഹോറിലും ഡൽഹിയിലും പണിതിട്ടുണ്ട്. പക്ഷെ ഇതാണ് ആദ്യമായിട്ട് പണിതത്. നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല, പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം കാണാൻ പറ്റും. വാവ്. പിന്നെ എല്ലാ മോണിമെന്റിലും കാണുന്ന പോലെ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലിപി ഉണ്ട് ഇവിടെ. യെസ്, ഇവിടെ നല്ലപോലെ ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാവ്. ദിവാൻ കി കാസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഗൂഢാലോചനകളും മറ്റുമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലെ തന്നെ ദിവാൻ കി ആം, അത് പബ്ലിക് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം കൂടി ഇന്ന് ചർച്ച നടത്തുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഷാജഹാൻ ബിൽഡ് ചെയ്തതാണ്. ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്തെത്തി. ഈ കാണുന്ന ഇതൊക്കെ ഓഫീസ് റൂമാണ് കണ്ടോ. ഇവിടെ കാണുന്നില്ല, ഇത് മീന മസ്ജിദ്. ഷാജഹാൻ ബിൽഡ് ചെയ്തതാണ്, ഷാജഹാന്റെ പേഴ്സണൽ യൂസിനായിട്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഈ മൊത്തം സിറ്റിയും കാണാൻ പറ്റും. താജ്മഹലും കാണാം കണ്ടോ, അങ്ങ് ദൂരെയുണ്ട് താജ്മഹൽ. എന്ത് രസമല്ലേ. ഇവിടെ നമുക്ക് താജ്മഹൽ നല്ല പോലെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ പണ്ടിങ്ങനെ കല്ലൊക്കെ ഉണ്ടായിരുന്നു, അത് കേരള ഇളക്കി പോയി എന്നാണ് പറയുന്നത്. കൊള്ളാം അല്ലേ, നല്ല രീതിയിലുള്ള വ്യൂ കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഇതാണ് മുത്തമാൻ ബുർജ്. ഇവിടെയാണ് ഷാജഹാൻ മരിച്ചത്. ഷാജഹാൻ 8 വർഷത്തോളം ജയിലിൽ കിടന്നത് ഈ ഒരു കോംപ്ലക്സിലാണ്. ഇവിടുന്ന് റിവർ വഴി അദ്ദേഹത്തിന്റെ ബോഡി എടുത്ത് താജ്മഹൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാണ് ചെയ്തത്. ആഗ്ര ഫോർട്ട്, ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും താജ്മഹൽ. ഇതാണ് ദിവാനിയാം. അത് നേരെ ഇപ്പുറം നോക്കിയാൽ നമുക്കൊരു കിണർ കാണാൻ പറ്റും. സ്റ്റെപ്പ് വെൽ ദിവാനിയാം. വെള്ളമൊന്നുമില്ല. ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. ആ ഭാഗം ക്ലോസ്ഡ് ആണ്, ഈ ഭാഗം ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്തായാലും വന്ന വഴി തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഞാൻ എന്തായാലും തിരിച്ചിറങ്ങാണ്. ഇത് സമയം ഏകദേശം 2:30 കഴിഞ്ഞു. എന്തായാലും കഴിക്കണം, ഇതിലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പുറത്ത് വരുന്നേം കഴിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ആലു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ നല്ലപോലെ ടയർഡായി. നല്ല ആലു പൊറോട്ട വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ദഹി ഉണ്ട്, പിന്നെ ചെറിയൊരു കറി. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഞാനിവിടുന്ന് ഓട്ടോ എടുത്തിട്ടുണ്ട്. 60 രൂപയ്ക്ക് ചൗക്കട്ടിലേക്ക് പോവാണ്, ശംഷാബാദിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ മുന്നിൽ കയറി ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഗല്ലിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്റെ ബാക്കിൽ കുറച്ച് ആൾക്കുണ്ടോ, ഇവരൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ട് പോവാണ്. എനിക്കൊന്ന് മോട്ടർ അങ്ങനത്തെ എന്തോ ആണ്. ബോബിയുടെ കൂടെയാണ് പോകുന്നത്. മോട്ടർ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ഇതെന്തോ മോട്ടർ കൊണ്ട് വന്നതാണ്. ഞാൻ ആ ഓട്ടോ ഒന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മൾ സെന്ററിലേക്ക് പോവാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഓട്ടോ കിട്ടിയിട്ടുണ്ട്, അതിൽ പോവാം. ഇവിടുന്ന് 10 രൂപയേ ഉള്ളൂ. നോക്കാം, എന്തായാലും കുറച്ച് നടക്കാനുണ്ട്. ഈ ഒരു ഗില്ലിയിൽ കൂടെ മാപ്പില്ലാതെ പോകാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഏകദേശം എല്ലാം ഒരേപോലെയാണ്. അത് മാത്രമല്ല, ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മാറി 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 വേറെ വേറെ വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ കൺഫ്യൂസ് ആവും. ഫൈനലി ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സെന്റർ ഇവിടെ ഉണ്ട്. ഫൈനലി ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം. രാത്രി ട്രെയിനുള്ളതാണ്. ചെറുതായിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. അതിനാണ് ഞാൻ കുറച്ച് നേരത്തെ കൊണ്ട് വന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ റാബിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് നേരെ ജയ്പൂരിലേക്ക്. ഇതിനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് പോകാണ്. ഇപ്പോ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. സമയം നോക്കിയേ, 10:10 എൻ്റെ ട്രെയിൻ. 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. ഇത് കൊള്ളാലോ, നല്ല അടിപൊളി ഡിസ്പ്ലേ അല്ലേ. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വന്നാണ്. ഇപ്പൊ 9:30 ആയിട്ടേ ഉള്ളൂ. 10:10 എൻ്റെ ട്രെയിൻ. 5ാമത്തെ പ്ലാറ്റ്ഫോം ഇവിടെയാണ് എൻ്റെ ട്രെയിൻ വരിക. ഇതേതാണ്, ഇത് തന്നെയാണല്ലോ. 9:30 ആയിട്ടേ ഉള്ളൂ. 10:10 ഇത് എടുക്കുക. അപ്പൊ ഞാൻ എന്തായാലും ജയ്പൂരിലേക്ക് പോവാണ്. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. എന്നാലാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ എന്തായാലും കമന്റ് ചെയ്യാം. എൻ്റെ കോച്ച് S4 ആണ്. ഇതാണ് S432. ഇപ്രാവശ്യം എനിക്ക് അപ്പർ ബർത്ത് തന്നെ കിട്ടിയത്. യെസ്, ഇതാണ് എൻ്റെ കോച്ച് 32. കോച്ച് വലിയ വൃത്തിയൊന്നുമില്ല. കുഴപ്പമില്ല, കുറച്ച് സമയത്തേക്കല്ല, അധികമൊന്നുമില്ല. 1:30 വരെ ഞാൻ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ.
ഓഹോ, ഇതിന്റെ അകത്ത് കാരാത്തി നല്ലത്. പത്തരക്ക എടുക്കുള്ളൂ. എന്നാലും ഞാൻ ബാഗ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ see you guys, bye bye.